അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കും ജീവനായി കരുതുന്നവർക്കും വേണ്ടിയുള്ളതാണ് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദി. ഓരോ കണ്ണുകളും തിരയുന്നതും ആസ്വദിക്കുന്നതും അക്ഷരങ്ങളെയാണ്. തുടക്കവും ഒടുക്കവുമില്ലാതെ അനന്തമായി നീളുകയാണ് അക്ഷരങ്ങളുടെ ലോകം. എഴുത്തുകാരന്റെ ചിന്തകൾ ഗർഭം ധരിച്ച് ആശയങ്ങൾ ഉറവകളായി, അക്ഷരങ്ങൾ നീർച്ചാലുകളായി ഒഴുകിയെത്തുകയാണ്. ഒന്നായി തീർന്നൊരു പ്രളയമാവാൻ കൊതിച്ച അക്ഷരങ്ങളെ പേജുകൾക്കുള്ളിൽ സ്വാതന്ത്ര്യം നിഷേധിച്ച് തളച്ചിട്ടിരിക്കുകയാണ്. അവയെ തിരഞ്ഞെത്തിയ 1000 കണ്ണുകളെ കാത്തിരിപ്പാണവർ. വായനക്കാരന്റെ ചിന്തകളിലൂടെ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ. ആത്മാവിന്റെ മഷിക്കുപ്പിയിൽ തൂലികത്തുമ്പ് മുക്കി വെള്ളക്കടലാസിൽ പകർത്തിവെച്ച ഓരോ അക്ഷരങ്ങളും ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന അസ്ത്രങ്ങളായിരുന്നു. കൺമുന്നിൽ കാണുന്ന അനീതികളെയും ഉള്ളിലുരുത്തിരിഞ്ഞ വിയോജിപ്പുകളെയും അതേപടി തുറന്നു പറയാൻ കഴിയാത്തൊരു കാലം. അന്നും അക്ഷരങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ആർക്കുമായില്ല. അക്ഷരങ്ങളിലൂടെ കലാം തലമുറകളെ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറകുകൾ നൽകാൻ പഠിപ്പിച്ചു. നോവായി മാറിയ അമ്മയുടെ ഓർമ്മകളെ അരുന്ധതി റോയ് അക്ഷരങ്ങളാൽ കുറിച്ചിട്ടു. അക്ഷരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പുറംചട്ടയിൽ തെളിഞ്ഞ മുഖങ്ങൾ കഥ പറഞ്ഞു തുടങ്ങി. ഒരാൾ തന്റെ ജനതയെ അടിച്ചമർത്തി ഏകാധിപതിയായപ്പോൾ മറ്റൊരാൾ തന്റെ രാജ്യത്തെ പശ്ചിമാർദ്ധഗോളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റി. പിന്നാലെ ലോകമാരാധിക്കുന്ന മുഖങ്ങൾ ഒരുമിച്ച് കൺമുന്നിലേക്ക്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാലത്തിന്റെ പുസ്തകത്തിൽ തന്റെ പേര് കുറിച്ചിട്ട് കടന്നുപോയ മുഖങ്ങൾക്കും പിന്നാലെ യുവതലമുറയെ വായനയുടെ ലോകത്തേക്ക് സ്വന്തം അക്ഷരക്കൂട്ടുകളാൽ കാന്തം പോൽ വലിച്ചെടുപ്പിച്ച ഈ കാലഘട്ടത്തിന്റെ എഴുത്തുകാർ ഒരൊറ്റ ഫ്രെയിമിൽ നിറഞ്ഞു നിന്നു. സാഹിത്യ സമ്മേളനമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ അക്ഷരപ്രേമികൾ വരിക, കേൾക്കുക, സംസാരിക്കുക, പുസ്തകം മേടിക്കുക, ഇതൊക്കെ കാണാൻ നല്ലതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ അക്ഷരങ്ങൾക്ക് വേണ്ടി എല്ലാവരും ബാധിച്ചാൽ അടുത്ത തലമുറയ്ക്കും ഈ ഒരേ ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെ. ഈ കുരുന്നുകളെ അക്ഷരങ്ങൾ തന്റെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇവർ അക്ഷരങ്ങളുടെ ലോകത്തായിരിക്കുകയാണ്. തൊലിപ്പുറത്ത് ചുളിവുകൾ വീണ് മുടിനാരുകളിൽ കറുപ്പിനുമേൽ വെളുപ്പാധിപത്യം സ്ഥാപിച്ചിട്ടും അക്ഷരങ്ങൾക്കായുള്ള തിരച്ചിലിലാണ് ചിലർ. അക്ഷരങ്ങളെ അറിയാൻ കാഴ്ച അനിവാര്യമാണെന്ന് പറഞ്ഞതാരാണ്? കണ്ണുകളിൽ ഇരുട്ടു കൂടുകൂട്ടിയിട്ടും വിരൽത്തുമ്പാൽ തൊട്ടറിഞ്ഞ് അന്തരാത്മാവിലേക്ക് അക്ഷരങ്ങളെ പകർത്തുകയാണിവർ. കുറവുകളെന്ന് കരുതുന്നതൊന്നും വായനയ്ക്ക് തടസ്സമല്ല. ഒരു കാലഘട്ടത്തിന്റെ നാഡീഞരമ്പുകളിൽ വിപ്ലവത്തിന്റെ തീജ്വാലകൾ പടർത്തിവിട്ട ആശയങ്ങളെ അക്ഷരങ്ങളാക്കി ചുവന്ന പുറംചട്ടയ്ക്കുള്ളിൽ അടച്ചുവെച്ചിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദം അക്ഷരങ്ങളാവുകയാണിവിടെ. പെണ്ണാവാൻ കൊതിച്ചൊരു കാലത്ത് രാത്രികളിൽ ഇല്ലാത്ത മാറിടങ്ങൾ ഞെരിച്ച് മാറിടമുണ്ടാക്കിയ നോവേറുന്ന രാത്രികളുടെ ഓർമ്മകൾ പങ്കുവെക്കപ്പെടുകയാണ്. പുസ്തകോത്സവ വേദിയിൽ അക്ഷരങ്ങൾ അവരുടെ ജീവിതം ലോകത്തോട് പറയുകയാണ്. നടന്നു നീങ്ങിയപ്പോൾ ദേവനായക എഴുതി അരുൾമൊഴിനാങ്ക പാടിയ വരികൾ പിന്നിൽ നിന്നെവിടെയോ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. കനവ് തുലൈന്തവൾ നാൻ, കവിതൈ മറന്തവൾ നാൻ, കാതൽ കരിന്തവൾ നാൻ, കറുപ്പ് മുറിന്തവൾ നാൻ. നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ അക്ഷരങ്ങൾ കഥ പറയുകയാണ്, സംവദിക്കുകയാണ്, രാഷ്ട്രീയവും ആശയങ്ങളും പങ്കുവെക്കുകയാണ്, നിലപാടുകളെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.